ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റൽസിനെ പറ്റി പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. എല്ലാ ഹോസ്റ്റൽസും ഒരുപോലെയാണോ? കാരണം ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റൽ, സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്നിങ്ങനെ പല ഹോസ്റ്റലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എന്താണ് കൺട്രോൾഡ് ഹോസ്റ്റൽ അല്ലെങ്കിൽ എന്താണ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ? ഇവർ തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? എല്ലാ സ്ഥലത്തും ഫെസിലിറ്റീസ് ഒരേപോലെയാണോ? എല്ലാ സ്ഥലത്തും ഒരേ ഫുഡ് മെനു ആണോ? ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനേക്കാളും അധികം ഇത്തരത്തിലുള്ള ആശങ്കയും പേടിയൊക്കെ ഉള്ളത് അവരുടെ പാരൻസിനായിരിക്കും. കാരണം അവരുടെ മക്കൾ ചെന്നെത്തുന്ന സ്ഥലം അവർക്ക് നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടാവുമോ, നല്ല ഫുഡായിരിക്കും, അങ്ങനെയുള്ള കാര്യം ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബ്രില്യൻറ്റിൻ്റെ ചില ഹോസ്റ്റൽസാണ്. ഹോസ്റ്റൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഹോസ്റ്റൽസ് ആയിരിക്കും. അങ്ങനെ പറയാൻ കാരണം ബ്രില്യൻറ്റിൻ്റെ കുറച്ച് കൺട്രോൾഡ് ഹോസ്റ്റലൊക്കെ, പ്രധാനപ്പെട്ട കുറച്ച് കൺട്രോൾഡ് ഹോസ്റ്റലൊക്കെ നിങ്ങൾ ചിലപ്പം ബ്രില്യൻറ്റിൻ്റെ ചാനൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അങ്ങനെ നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത, ഇതിരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ്. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുമോ, കാരണം ഇന്നേ വരെ അത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ചില സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ എനിക്ക് തോന്നുന്നു 150+ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽസും അതുപോലെ തന്നെ 50+, 50-ലധികം കൺട്രോൾഡ് ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്നല്ല, മിനിമം ഒരു 20 വീഡിയോ എങ്കിലും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ബ്രില്യൻറ്റിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുറച്ച് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽസ് ആണ്. ഗേൾസും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓരോ ഹോസ്റ്റലിൽ കയറിയിട്ട് അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, കൺട്രോൾഡ് ഹോസ്റ്റലും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. അതായത് ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റൽസ് ആണെങ്കിൽ അവിടെ ബ്രില്യൻറ്റിൻ്റെ മെൻറ്റേഴ്സ് തന്നെ ആയിരിക്കും വാർഡന്മാരായിട്ടുണ്ടാവുക. എന്നാൽ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽസ് ആവുന്ന സമയത്ത് അത് ഓരോ പ്രൈവറ്റ് ഹോസ്റ്റൽസ് ആണ്. അപ്പം അവിടുത്തെ ഓണേഴ്സും പിന്നെ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മറ്റു ചിലരായിരിക്കും അവരെ വാർഡന്മാരായിട്ടുണ്ടാവുക. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല, ഫുഡ് മെനുവിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം ഒരേപോലെ തന്നെയാണ്, എല്ലാ സ്ഥലത്തെയും റൂൾസ് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ശരിക്കും ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം ആദ്യം തന്നെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്റ്റൽസിൻ്റെ വിഷ്വൽസും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഹോസ്റ്റലിൽ കയറിയിട്ട് അന്വേഷിച്ച് പറയാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഇതിലെല്ലാം പറയാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വരുന്ന ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയപ്പം അവിടെ കയറി നിന്നാണെന്ന്. പക്ഷേ ഇതല്ല, ഇത് ശരിക്കും ഒരു ഹോസ്റ്റലാണ്. ഓക്കെ, ഈ ഹോസ്റ്റലിൻ്റെ പേര് എടമനപ്പെട്ട് എന്നാണ്. അപ്പം ഇത് നമ്മുടെ മുത്തോലി ക്യാമ്പസിൽ എനിക്ക് തോന്നുന്നു 200-300 മീറ്റർ അകലെ മാറി, എന്താ പറയുക, നമ്മുടെ എ ബ്ലോക്കിൽ നിന്നും കുറച്ച് മാറിയിട്ട് നമ്മുടെ മുത്തോലി ജംഗ്ഷനിലാണ് ഈ ഒരു ഹോസ്റ്റൽ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കാൻ കാരണം, ഞാൻ കഴിഞ്ഞ 2 വർഷം ഇവിടെ പഠിച്ച സമയത്തും എപ്പോഴും നമ്മുടെ മുത്തോലി ജംഗ്ഷനിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ വരുന്ന സമയത്തെ എപ്പോഴും ഇങ്ങനെ കാണുമ്പം എന്താ പറയുക, ഈ ഹോസ്റ്റലിൽ ഒന്ന് കയറാനൊക്കെ കൊതിയാവാറുണ്ട്. അത് ഗേൾസ് ഹോസ്റ്റൽ ആയതുകൊണ്ടല്ല കേട്ടോ, ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഗേൾസ് ഹോസ്റ്റലാണ്. പക്ഷേ അതുകൊണ്ടല്ല കൊതിയാവാറുള്ളത്. ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ എൻവയോൺമെൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പൂതിയാവും. ഓക്കെ, നല്ല ഹോസ്റ്റലാണ്. കാരണം നിങ്ങൾ കണ്ടില്ലേ, കയറുമ്പോൾ തന്നെ ഒരു ഊഞ്ഞാൽ കുട്ടികൾക്ക്, അതുപോലെ തന്നെ മൊത്തം ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ശരിക്കും ഒരു വീടാണ് ഇതൊക്കെ, ഒരു ഹോസ്റ്റലല്ല, ഒരു വീടാണ്. പിന്നെ അതിനുശേഷം അവർക്ക് വേറെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് എടമനപ്പെട്ട് എന്ന് പറയുന്ന ഹോസ്റ്റൽ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നല്ല അടിപൊളി ഹോസ്റ്റലാണ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുശേഷം നമുക്ക് മറ്റ് ചില ഹോസ്റ്റലിൽ കൂടി കയറിയിട്ട് ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ ഈ ഹോസ്റ്റലിൻ്റെ ഈ ഒരു മുറ്റം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ ചെറിയ ആൾട്രേഷൻ വർക്ക്, ഓരോ കൊല്ലം കഴിയുമ്പോഴും പെയിൻറ്റിങ്, അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിഷ്വൽസൊക്കെയാണ് ആദ്യം നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടറിയാം. ഓക്കെ, വാ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ കൂടെ ഇത് പറയാനായിട്ട് നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിൻ്റെ ഓണറും അതേപോലെ തന്നെ വാർഡനുമായിട്ടുള്ള സിനീൽ ചേട്ടൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ പേര് സിനീൽ എന്നാണ്. ഓക്കെ, അപ്പം ഈ ഹോസ്റ്റലിലെ വാർഡനാണ്. അപ്പം ചേട്ടൻ മാത്രമാണോ അല്ലെങ്കിൽ വേറെ? ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫുണ്ട്. പിന്നെ അതല്ലാതെ ഒരു വാർഡനായിട്ട് തന്നെ ഒരു ലേഡി ഉണ്ട്. ഓക്കെ, പിന്നെ ഞാനും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ 3 പേരുടെയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഓക്കെ, പിള്ളേരുടെ ആവശ്യങ്ങളും എല്ലാം പഠിക്കുന്നുണ്ടോയെന്നും മറ്റു കാര്യങ്ങളും എല്ലാം അന്വേഷിക്കുന്നതൊക്കെ ഞങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീട് തന്നെ കേട്ടോ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ശരിക്കും ഒരു വീട് തന്നെ. ശരിക്കും വീട്ടിൽ നമ്മൾ ആദ്യം അവിടുന്ന് കയറി ആദ്യം നമ്മൾ എന്താ പറയുക, ഇവിടെ കയറുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് എന്നെ ഒരു അട്രാക്ട് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലിൽ ഒരു ചെറിയൊരു സ്റ്റഡി ഹാൾ ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ടു. അതായത് കുട്ടികൾക്ക് എഴുതിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ചേട്ടൻ ഇത് ജസ്റ്റ് 3-4 പേർക്ക് ഇരിക്കാം. ഇതൊരു സ്റ്റഡി ഹാളാണ്. അപ്പുറത്ത് വേറെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. പിള്ളേർക്ക് എന്തെങ്കിലും പഠിക്കുകയൊക്കെ വേണമെങ്കിൽ എഴുതി പഠിക്കുവോ, അവർക്ക് കാൽക്കുലേറ്റ് കുട്ടികൾ അങ്ങനെ പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കാറുണ്ട്, അവർ പലതും എഴുതി പഠിക്കാറുണ്ട്. പിന്നെ നമുക്കാണല്ലോ ഒരു നോട്ടീസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ ഇടാം, മാർക്ക് ലിസ്റ്റ് ഇടാം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇത് ഫോണൊക്കെ ഇവരുടെ റാക്കിലാണ് സൂക്ഷിക്കുന്നത്. അതിനുള്ള ഷെൽഫാണ്. ഈ ഹോസ്റ്റലിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ്? ടോട്ടൽ 120 കുട്ടികളോളം. 120 കുട്ടികൾ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളോട് ഒന്ന് കാണാം. അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് മറ്റൊരു വലിയൊരു സ്റ്റഡി ഹാൾ തന്നെയാണ് തോന്നുന്നു അല്ലേ? സ്റ്റഡി ഹാൾ അല്ലേ? ഒരു സ്റ്റഡി ഹാളാണ്. ഓക്കെ. ഇവിടെയും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ഇപ്പം ചെറുതായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആൾട്രേഷൻ വർക്കും പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിനേക്കാളും ഉഷാറായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പെയിന്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അത് ഓരോ കൊല്ലവും കഴിഞ്ഞിട്ട് മേലത്തെ റൂമിലൊക്കെ പെയിന്റിംഗ് നടക്കുന്നു, അപ്പുറത്ത് കഴിഞ്ഞു. പിന്നെ പറയാനാണെങ്കിൽ ഇത് ഇവിടെ അയൺ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. വാഷിംഗ് മെഷീൻ സംവിധാനങ്ങളുണ്ട്, വാഷ് ചെയ്യാനൊക്കെ. ഓക്കെ. പിന്നെ ഫുഡ് ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ ഇവിടെ അല്ല സെർവ് ചെയ്യുന്നത്? ഫുഡിന് മെസ് ഹാൾ വേറെ ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട്. അവിടെയും വേണേൽ ഇരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ വീട്ടിൽ ഇപ്പം എത്ര റൂമാണുള്ളത്? അപ്പം ഇവിടെ 8 റൂമുണ്ട്. 8 റൂം. പിന്നെ അതിന് പുറമെ വേറെ ബിൽഡിംഗ് ഇവർക്ക് മുകളിലുണ്ട്. എന്തായാലും ടോട്ടൽ 120 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും റൂമിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ച കൂടി കാണാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റൂമിലെ കാഴ്ച തന്നെ കണ്ടാൽ മതി, ബാക്കി എല്ലാ റൂമിലും കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പം ഈ റൂമിൽ എത്ര ഇതിനകത്ത് 3 കുട്ടികളാണ് ഉള്ളത്. 3 കുട്ടികൾ. നമുക്ക് 3 കുട്ടികൾ 4 കുട്ടികളുടെയൊക്കെ റൂമുകളാണ് ഉള്ളത്. റൂമിന്റെ വലുപ്പം അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. നമുക്ക് ബുക്കൊക്കെ വെക്കാനുള്ള ഷെൽഫ് ഉണ്ട്, പിന്നെ 3 പേർക്കുള്ള ബെഡ്, അവർക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടേബിൾ എല്ലാം ഉണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പം ഒരു കുട്ടിക്ക് റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണോ അതൊക്കെ ഉണ്ട്. എല്ലാ റൂമിലും ഇതേപോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഫെസിലിറ്റീസും ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഫുഡ് മെനു ഒക്കെ മറ്റേ ബ്രില്ലിന്റെ മെനു നമുക്ക് തന്നിട്ടുണ്ട്. അതിനേക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ്. നോർമൽ മെനു ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ പഠിച്ച സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു ഒരുപാട് പേർക്ക് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ഇപ്പോഴും എയിംസ് കല്യാണിയിലും അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് മിക്കവാറും കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പിലത്തെ വർഷങ്ങളിലും ഒക്കെ വരാറുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്കും ഒരു മോട്ടിവേഷൻ ആണല്ലോ ഇവർ വരിക. അപ്പൊ അങ്ങനെ വരാറുണ്ട്, പല കുട്ടികളും വന്നിട്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ശരിക്കും ഒരു ഹോംലി എൻവയോൺമെന്റ് തന്നെയാണ് ടോട്ടലി ഇവിടെ ഉള്ളത്. അതാണ് എനിക്ക് ഈ ഒരു ഹോസ്റ്റലിനെ പറ്റി ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന മുതൽ ഈ ഒരു അകത്ത് കയറിയ വരെ എന്താ പറയുക, ശരിക്കും ഒരു വീട്ടിലേക്ക് കയറി ഒരു കുട്ടി ഇപ്പം വളർന്നതിന് ശരിക്കും ഒരു ഫാമിലി പോലെ ആയിരിക്കില്ല, ടോട്ടലി ഒരു ഫാമിലി പോലെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി എല്ലാ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഹോസ്റ്റൽസിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ഇടമലപ്പാട്ട് ഈ ഒരു ഹോസ്റ്റലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്നത് ഈ ഒരു വീട്ടിലേക്കാണ്. ശരിക്കും ഹോസ്റ്റൽ എന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു വീട്ടിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം സിനി ചേട്ടനാണെങ്കിലും പിന്നെ കൂടെയുള്ള മറ്റ് വാർഡന്മാരാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്ത് സഹായം ചോദിച്ചാലും അവരത് ചെയ്തുതരും. അങ്ങനത്തെ യാതൊരു പേടിയൊന്നും പേടിക്കണ്ട. അപ്പോൾ എന്തായാലും ഈ ഹോസ്റ്റലിലെ ഒരു റൂമിൻ്റെ കാഴ്ചകൾ നമ്മളിനി കണ്ടു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഹോസ്റ്റലിൽ നമുക്ക് ഇത് മാത്രം കാണിച്ചാൽ മതിയാവും. ബാക്കിയെല്ലാ ഫെസിലിറ്റീസും ഇപ്പം ചേട്ടനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ, ലോണ്ടറി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഫുഡിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മെസ് ഹാൾ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഹോസ്റ്റലിലെ കാഴ്ചകൾ നമുക്ക് കണ്ടു. ഇനി നമുക്ക് അടുത്ത ഹോസ്റ്റലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഹോസ്റ്റലിലേക്ക് പോകാം. നമ്മളിനി കടക്കാൻ പോകുന്നത് അടുത്തൊരു ഗേൾസ് ഹോസ്റ്റലിലേക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് മറ്റൊരു ഗേൾസ് ഹോസ്റ്റലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ, എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി കുറച്ച് മറ്റൊരു ബന്ധം കൂടിയുള്ളൊരു ഹോസ്റ്റലാണ്. അതായത് എൻ്റെ സിസ്റ്റർ, എൻ്റെ താത്ത റിപ്പീറ്റ് ചെയ്ത സമയത്ത് പഠിച്ച അല്ലെങ്കിൽ താമസിച്ച ഹോസ്റ്റലാണിത്. ഹോസ്റ്റലിൻ്റെ പേര് മുന്നകര എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ചേച്ചിനെ പറ്റിയൊക്കെ എപ്പോഴും എൻ്റെ താത്ത എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഹോസ്റ്റലിലെ വാർഡനാണിത്, ലേഖ എന്നാണ് പേര്.
അപ്പോൾ എന്തായാലും നമുക്ക് ലേഖ ചേച്ചിയോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പം എൻ്റെ എത്താതോടെ പഠിച്ചൊക്കെ ഓർമ്മയില്ലേ കാര്യങ്ങളൊക്കെ? അപ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും വാർഡന്മാരാണെങ്കിലും എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പം ചേച്ചി നമ്മളിവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? ടോട്ടൽ 50 പേരാണ്. 50 പേരുണ്ട്. ഓക്കെ. അപ്പം വാർഡനായിട്ട് ചേച്ചി മാത്രമാണോ അല്ലെങ്കിൽ? വാർഡനായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഞാൻ ഒരു വാർഡനെ നിയമിക്കുന്നുണ്ട്. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം ഫുഡ് മെനുവും കാര്യങ്ങളൊക്കെ ബ്രില്യൻറ്റിൻ്റെ സെയിം തന്നെ, ബാക്കി റൂൾസൊക്കെ അതുപോലെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് കയറുന്ന സമയത്ത് എന്താ പറയുക, ശരിക്കും ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ശരിക്കും ഒരു വീടാണ്. ചേച്ചിയുടെ താമസം ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പം ഇവർ താഴെ ഇവരെ വീടാണ്, അതിന് മുകളിലേക്ക് നമ്മുടെ ഹോസ്റ്റൽ റൂമുകളുണ്ട്. പിന്നെ അപ്പുറത്ത് വേറൊരു ബിൽഡിങ്ങും ഉണ്ട്, അവിടെയും ഇതേപോലെ തന്നെ വീട് പോലെ തന്നെയാണ്. ഞാനിപ്പോൾ കാണിച്ച 2 ഹോസ്റ്റലും ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഹോസ്റ്റൽ എന്ന് ശരിക്കും പറയേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞില്ലേ വീട് തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി അകത്തേക്ക് കയറിയിട്ട് ഒരു റൂമിൻ്റെ വിഷ്വൽസ് ഇവിടുന്ന് കൂടി കാണാം. ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോ ഹോസ്റ്റലും ഫെസിലിറ്റീസ് വേറെ വേറെ ആണെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ലാന്ന് നിങ്ങൾക്ക് ബോധിപ്പിച്ച് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. എല്ലാ ഹോസ്റ്റലിലും റൂമിലായാലും ബാക്കി ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ബ്രില്യൻറ്റ് നിങ്ങൾ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസ്ഡ് ആവട്ടെ കൺട്രോൾ ആവട്ടെ ഏത് ഹോസ്റ്റലാണെങ്കിലും ഒരേപോലെ തന്നെയാണ് ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അങ്ങോട്ട് കിടക്കാം. പിന്നെ ചെറിയൊരു കാര്യം കൂടിയും ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് നിങ്ങളിനിപ്പം ഏതെങ്കിലും ഹോസ്റ്റലിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഓക്കെ. കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ഫെസിലിറ്റി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, അത് നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുക. കാരണം നമ്മളൊരു കൊല്ലം നമുക്ക് വേണ്ടി നമ്മൾ ഫീസ് കൊടുത്ത് ഇവിടെ നിൽക്കുന്നതല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പം തന്നെ ഇവിടെ പറയാം അല്ലേ ചേച്ചി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കുന്നതായിരിക്കും. അത് ഏത് ഹോസ്റ്റലാണെങ്കിലും. ഓക്കെ. ഈ പറഞ്ഞ മുന്നകര ഹോസ്റ്റലിൽ നിന്നല്ല, ഏത് ഹോസ്റ്റലിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ വാർഡിനോട് പറയാം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്ററിനോടോ അല്ലെങ്കിൽ ഡയറക്ടറിനോടോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയി പറയാം. ഓക്കെ. അവരെന്തായാലും അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തിയിരിക്കും. ആ ഒരു കാര്യം ആരും പേടിക്കേണ്ട. അവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞാൽ മതി, പറയാതിരിക്കരുത് എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ എന്താ നമുക്കിനി ചേച്ചി നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ഒരു റൂമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ ശരിക്കും പണിയൊക്കെ നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഒരുപാട് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊല്ലവും ഇങ്ങനെ പുതിയ കുട്ടികൾ വരുന്നതനുസരിച്ച് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു കടയാണെങ്കിലും നമ്മളങ്ങനെ ചെയ്യണ്ടേ? അതെ അതെ. അപ്പോൾ എന്തായാലും ഫെസിലിറ്റീസ് കൂടാന്നല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് കയറിയിട്ട് ബാക്കി വിഷ്വൽസ് കാണാം. വാ. അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറാണ്. നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ പറഞ്ഞുതരും. അപ്പം കയറുന്ന സമയത്ത് ആദ്യം തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഇത് സ്റ്റഡി ഹാളല്ലേ ചേച്ചി? ചെറിയൊരു സ്റ്റഡി ഹാളാണ്. കുട്ടികൾക്ക് ഇവിടെയുള്ള റൂമിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ചെറിയ സ്റ്റഡി ഹാളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നത് ഈ മെസ് ഹാള് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടോ? താഴെയാണ്. ഓക്കെ. താഴത്തെ വരെ 2 കെട്ടിടത്തിൻ്റെ ഇത് 2 കെട്ടിടമാണ് കണക്റ്റഡ് ആണ്. നമുക്ക് വെളിയിൽ ഇറങ്ങാൻ തന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ. ബ്രിഡ്ജ് പോലെ ഉണ്ടാവും. താഴെ കൂടെ വന്ന് മുകളിൽ കൂടെ ഒരു പാലം പോലെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാതെ നമ്മൾ വെളിയിൽ ഇറങ്ങാതെ ടോപ്പിലാണ് ഒരു 2 നിലയുടെ ടോപ്പിലാണ് കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ. ഓക്കെ. ഓക്കെ. അപ്പം ഇതാണ് കയറുന്ന സമയത്ത് ചെറിയ സ്റ്റഡി ഹാള്. ഇനി നമുക്ക് ഏതെങ്കിലും റൂമിലേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ റൂമിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കയറാൻ പോകുന്നത്. അപ്പം ചേച്ചി ഈ റൂമിൽ ഇപ്പം 3 പേര്. അപ്പോൾ എല്ലാ റൂമിലും ഇങ്ങനെ 3 പേരാണോ അല്ലെങ്കിൽ റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ അങ്ങനെ തന്നെയാണ്? നേരത്തെ നമ്മൾ കണ്ട ഹോസ്റ്റലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തന്നെ അലോട്ട് ചെയ്ത് അത്ര പേര് ഓക്കെ. റൂമിൻ്റെ വലിപ്പം അനുസരിച്ച്. ഓക്കെ. അപ്പോൾ ഈ 3 പേർക്കുള്ള റൂമാണിത്. നമുക്ക് 2 പേര് ഇവിടെ ഉപയോഗിക്കും, ഒരു പേര് സ്റ്റഡി ഹാള് മേളിലും ഉണ്ട്. അതിൻ്റെ മുകളിൽ ഓപ്പൺ ഏരിയ ഒത്തിരിയുണ്ട്. ഇരുന്ന് പഠിക്കാം കുട്ടികളുടെ സൗകര്യം അനുസരിച്ച്. അതേപോലെ തന്നെ ഈ സമയം മുതൽ ഈ സമയം പഠിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല. എപ്പം വേണമെങ്കിലും ജനറേറ്റർ സൗകര്യമുണ്ട്. കറണ്ട് പോകുന്ന പെട്ടെന്ന് വരുവാണെങ്കിൽ ഇൻവെർട്ടർ ഉണ്ട്. പിന്നെ അതൊരു 10-15 നിമിഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്തായാലും കറണ്ടിൻ്റെയും വെള്ളം ത്രൂ ആയിട്ട് വരും. ഓക്കെ. പിന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ അതിപ്പോൾ നമ്മളിപ്പോൾ അവർ തരുന്നതാണ്. നമ്മളിപ്പോൾ പൈസ അടയ്ക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ എന്തായാലും ഈ ആ ഒരു കാര്യം നേരത്തെ പറയാൻ മറന്നു പോയതാണ്. അതായത് ഏത് ഹോസ്റ്റലാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വൈഫൈ ആക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാനും നിങ്ങളുടെ കാര്യമൊക്കെ എന്താ പറയുക ഫ്രീ ആയിട്ട് എല്ലാ ഹോസ്റ്റലിലും വൈഫൈ ആക്സസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്. പിന്നെ ഇതിലിപ്പം ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഇതിപ്പോൾ ഒരു പലയിടത്ത് മുകളിലാണ് 3 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് 4 ബാത്റൂം വെച്ചാണ് കൊടുക്കുന്നത്.
അതിപ്പം 2 പേരുള്ളിടത്തിൽ ഇതിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് കയറുക അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും അതിലൊരു ഇതൊന്നും വരാതെ എല്ലാവർക്കും ഒരേ സമയം അതുവരെ ഞാനിപ്പം ഒരു 15-16 കൊല്ലത്തോളമായി. കോവിഡ് കാലത്ത് ഒരു 3 കൊല്ലം ബ്രേക്ക് ആയെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക ആർക്കും ഒരു ബുദ്ധിമുട്ടും അങ്ങനെയുള്ള റൂമുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള റൂം വേറെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയറിയ റൂമിൽ അറ്റാച്ച്ഡ് അല്ല, പക്ഷെ അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന വേറെ റൂമുണ്ട്. ഓക്കെ, 1 2 3 4 5 6 റൂം. അതിൽ 3 അറ്റാച്ച്ഡ് അല്ലാത്ത അവർക്ക് മുകളിൽ ആയിരിക്കും. മുകളിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ടൈറ്റ് ഒരു ബുദ്ധിമുട്ട് വരാതെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ റൂമിലെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഫെസിലിറ്റീസ് എല്ലാം എല്ലാ റൂമിലും ഇതേപോലെ തന്നെയല്ലേ, വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരു ബെഡ് കാര്യങ്ങളെല്ലാം. അതെ. അപ്പം കുട്ടികളൊക്കെ ഇനി വന്നോടെ അങ്ങനെ ആവുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ താത്ത എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇവിടുത്തെ ചേച്ചീനെ പറ്റിയാണ് എപ്പോഴും പറയുക, ഹോസ്റ്റലിനേക്കാളും അധികം ഈ ചേച്ചിയുടെ ഒരു സ്നേഹം ഇതൊക്കെയാണ് എപ്പോഴും പറയുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഹോസ്റ്റലിൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എൻ്റെ താത്ത ഇപ്പം കണ്ണൂർ മെഡിക്കൽ കോളേജ് സെക്കൻഡ് ഇയർ ന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡൽ വാങ്ങാൻ ഇവിടെ വന്നായിരുന്നു. ഇവരെല്ലാവരും സഹോദരങ്ങൾ ഇവിടെ എത്തിയിരുന്നു. അതെ, അതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അവരുടെ കൂടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ബ്രില്യൻ്റെ അടുത്ത് തന്നെ വരുന്ന മറ്റൊരു ഹോസ്റ്റലാണ് പൊന്മയത്ത് ഗേൾസ് ഹോസ്റ്റൽ. അപ്പോൾ ഇത് ഇവിടെ ഒരു വീട് ഇങ്ങനെ, അതേപോലെ തന്നെ അടുത്തൊരു വേറൊരു ബിൽഡിംഗ് അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 വീടുകളിലായിട്ടാണ് ഈ ഒരു ഹോസ്റ്റൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഹോസ്റ്റലും സെയിം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബ്രില്യൻ്റെ അടുത്താവുമ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഈ ഹോസ്റ്റൽ ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ ഹോസ്റ്റലും നമുക്ക് ബ്രില്യൻ്റ് നടക്കാനുള്ള, ക്യാമ്പസിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർക്കൊക്കെ ഹോസ്റ്റൽ കിട്ടിയിരിക്കുന്നത് കുറച്ച് ദൂരത്താണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനൊക്കെ, ഇനി അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് വേറെ ഫീസ് കൊടുക്കണമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ അതിനൊരു എക്സ്ട്രാ ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ബ്രില്യൻ്റ് ഫ്രീ ആയിട്ടാണ് അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടുന്ന് ബസ്സിൽ നിങ്ങളെ കയറ്റിയിട്ട് നമ്മുടെ ക്യാമ്പസിൽ കൃത്യസമയത്ത് ഇറക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും അതേപോലെ തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ളൊരു സംഭവമാണ്. അങ്ങനെ പറയാൻ കാരണം നമ്മളെപ്പോഴും കാണുന്നൊരു സംഭവമാണ്. ഓരോ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ആ ബസ്സിൽ പാട്ടൊക്കെ വെച്ച് എല്ലാവരും നല്ല ചില്ലായിട്ട് വൈബൊക്കെ അടിച്ചിട്ടാണ് എപ്പോഴും വരാറുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഹോസ്റ്റൽ എവിടെയാണെങ്കിലും നിങ്ങളെ കൃത്യസമയത്ത് ബ്രില്യൻ്റ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കൃത്യസമയത്ത് ക്യാമ്പസിൽ എത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യസമയത്ത് എത്തിച്ചു തരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പേടിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് പൊന്മയത്ത് ഹോസ്റ്റലാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിനി മറ്റു ഹോസ്റ്റലൊക്കെ ഇതിൻ്റെ അടുത്തടുത്തായിട്ട് ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. ശരിക്കും നമ്മൾ ബ്രില്യൻ്റ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും കാണുന്നതെല്ലാം ഹോസ്റ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ഇതിലിപ്പോൾ ഞാൻ നല്ല ഹോസ്റ്റൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ അങ്ങനെയൊന്നും ആരും പറയരുത്. എല്ലാ ഹോസ്റ്റൽസും അടിപൊളി തന്നെയാണ്, ഒന്നും മോശമല്ല. ഓക്കെ, ഞാൻ ഇപ്പം കാണിക്കുന്നത് എന്താ പറയുക, തൊട്ടടുത്ത് വരുന്ന കുറച്ച് ഹോസ്റ്റൽ ആയതുകൊണ്ട് മാത്രമാണ് അത് കാണിക്കുന്നത്. അല്ലാതെ ഇത് നല്ല ഹോസ്റ്റൽ ആയതുകൊണ്ട് മാത്രം അങ്ങനെ കാണിക്കൊന്നുമല്ല. എല്ലാ ഹോസ്റ്റൽസ് ആയാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും എല്ലാം ഒരേപോലെ തന്നെയാണ്. ആരും ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത ഹോസ്റ്റലിൽ കയറിയിട്ട് വിശദമായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വാ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ അടുത്തൊരു ബോയ്സ് ഹോസ്റ്റലാണ്, ബോയ്സ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൻ്റെ പേര് വണ്ടാനത്ത് എന്നാണ് കേട്ടോ. അപ്പം വണ്ടാനത്ത് ഹോസ്റ്റലിൽ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്നത് ഈ ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ ഈ കാണുന്നതല്ല ഹോസ്റ്റൽ, ഇത് നമ്മുടെ ഇവിടുത്തെ ഓണറിൻ്റെ വീടാണ്. ഹോസ്റ്റൽ വേറൊരു ബിൽഡിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഹോസ്റ്റലിൻ്റെ ഓണറും വാർഡനൊക്കെ ആയിട്ടുള്ള ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെ അറിയാം. അപ്പോൾ ചേട്ടൻ്റെ പേരൊന്ന്? എൻ്റെ പേര് വേണുഗോപാൽ. വേണുഗോപാൽ. അപ്പോൾ ഈ ഹോസ്റ്റലിൽ എത്ര വർഷമായിട്ട്? ഇപ്പോൾ 15 വർഷമായി. 15 വർഷം. ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ്? നമുക്കിപ്പോൾ 38 കുട്ടികളുണ്ട്. 38 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്തായാലും തുടങ്ങാനൊക്കെ ആയല്ലേ ഈ വർഷം? പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പുതിയ പിള്ളേരെ സ്വീകരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അകത്തേക്ക് കയറിയിട്ട് ഏതെങ്കിലും റൂമിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ എന്തായാലും ഇവിടെ ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ ഫോളോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഫുഡ് മെനു ആണെങ്കിലും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി കാണാം. ഓക്കെ, വാ. അപ്പോൾ നമ്മളിപ്പം ഒരു റൂമിലേക്ക് കയറാണ്. അപ്പോൾ ഈ റൂം ഇപ്പം 3 പേർക്കുള്ളതാണ് അല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം 3 ഓൾമോസ്റ്റ് എല്ലാം 2 പേരുടെയാണ്. ഓക്കെ, അങ്ങനെയാണ്.
കുറച്ചൊക്കെ 3 അഞ്ച് മുറി 3 ബെഡ്. 3 പേര്. ഓക്കെ, ബാക്കി എല്ലാം 2 പേർക്ക് തന്നെ. അപ്പോൾ എന്തായാലും റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എല്ലാം നമുക്ക് ഇതുവരെ നമ്മൾ ഹോസ്റ്റലിൽ കണ്ട പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമുക്കൊരു ബെഡ് ഉണ്ടാകും, നമുക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടാകും, നമുക്ക് ബുക്കൊക്കെ വെക്കാനുള്ള ഷെൽഫ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാത്റൂംസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ആകെ 2 അറ്റാച്ച്ഡ് അല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ 2 മാത്രമേ അത് അറ്റാച്ച്ഡ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ബാത്റൂം വരുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബാക്കിയെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് റൂമിലെ കാഴ്ചകൾ. നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ്. ഇവിടെ നിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. ഈ ഒരു വരാന്തയിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് പ്രകൃതിയെ കണ്ട് നിൽക്കാൻ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയാണ് ഇവിടെ നിന്നത്. അപ്പോൾ നമുക്ക് ഇനി ഹോസ്റ്റലിലെ മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടൻ ഇവിടെ ഇപ്പം ടോട്ടൽ 38 സ്റ്റുഡൻസ് അല്ലേ? 38. അപ്പം അതിൽ 16 റൂമുകളാണ്. 16 റൂം. അപ്പോൾ റൂമിൽ 2 3 പേരൊക്കെ വെച്ച്. ഓക്കെ, പിന്നെ ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം തന്നെ അറ്റാച്ച്ഡ്, എല്ലാം അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ലോണ്ടറി സർവീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ പ്രസൻസ് എപ്പോഴും ഈ ഹോസ്റ്റലിലുണ്ട്. അപ്പം ഞാൻ ഒരു 11 മണി വരെ ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അത്. അപ്പം ഇവിടെ ചേട്ടൻ പറഞ്ഞു 11 വരെ ചേട്ടൻ ഉണ്ടാവും പറഞ്ഞു. അപ്പം വാർഡനായിട്ട് ചേട്ടൻ മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും? ഞാൻ വേറെ ഒരാളെ നിർത്തിയിട്ടുണ്ട്, എങ്കിലും നമ്മുടെ സൂപ്പർവിഷനിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ഒരു കാരണം വെച്ചാൽ അതിനൊരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ അതിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവരൊക്കെ പല കുട്ടികളും പല രീതിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം ചില മോട്ടിവേഷൻ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ആവശ്യമാണ്. ചില കുട്ടികളെ ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കണം, ചില കുട്ടികളെ പുറത്തിരുത്തി പഠിപ്പിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പം ചേട്ടൻ്റെ ഒരു വർത്തമാനം തന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മളൊരു ശരിക്കും ഒരു പാരൻറ്റിനെ പോലെ തന്നെ ഒരു ഗാർഡിയനെ പോലെ തന്നെ ഗൈഡ് ചെയ്ത് നടക്കാൻ ചേട്ടൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത ഹോസ്റ്റലിലേക്ക് കിടക്കാം. ഇനി നമ്മൾ അടുത്ത് പോകുന്ന അടുത്തൊരു വേറൊരു ബോയ്സ് ഹോസ്റ്റലിലേക്കാണ്. സോ ലെറ്റ്സ് ഗോ. നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട വണ്ടാനത്ത് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന മറ്റൊരു ബോയ്സ് ഹോസ്റ്റലാണ്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ തന്നെയാണ്. അതാണ് നിങ്ങളിപ്പോൾ എൻ്റെ പിറകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് മറിയ ബോയ്സ് ഹോസ്റ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു ഹോസ്റ്റലാണ്. ഇനിയിപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാലും നമ്മൾ ഇതുവരെ കണ്ട ഫെസിലിറ്റീസ് തന്നെയാണ് കാണാനുള്ളത്. ചിലപ്പോൾ അതിനേക്കാൾ കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പം കാണുന്നില്ലേ, ഓരോ ഹോസ്റ്റലും ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും അവർ മോഡിഫൈ ചെയ്യാമെന്നല്ലാതെ ആ ഒരു പണ്ടുള്ള രീതി തന്നെ അല്ല തുടർന്ന് പോകുന്നത്. ഓക്കെ, ഓരോ വർഷവും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ ഫെസിലിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആരും ഒരു പേടിയും പേടിക്കേണ്ട. എല്ലാ ഹോസ്റ്റലിലും ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത്. ഇനി അതിനേക്കാൾ കൂടുതലുണ്ടെന്നല്ലാതെ ഒരു സ്ഥലത്തും ഇതിനേക്കാൾ കുറവൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് മറിയ ബോയ്സ് ഹോസ്റ്റൽ. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞ പോലെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അതിനേക്കാൾ എന്താ പറയുക, ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരുപാട് ഹോസ്റ്റൽസ് ഇതേപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതും അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പം ഈ ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് ഇനി അടുത്ത ഹോസ്റ്റലിലേക്ക് കടക്കാം. അപ്പം ഇനി നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത് ഒരു ബോയ്സ് ഹോസ്റ്റലിലേക്കാണ്, ബോയ്സ് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലേക്കാണ്. അപ്പം ഇതിൻ്റെ ഓണറും വാർഡനായിട്ടുള്ള നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ചേട്ടൻ്റെ പേരൊന്ന്? പേര് റെജിമോൻ വീട്ടി. ഓക്കെ, അപ്പോൾ ഈ ഹോസ്റ്റലിൽ എനിക്ക് പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൻ്റെ പേര് ടീന അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് കേട്ടോ. അത് പറയാൻ പറഞ്ഞത് ടീന അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ്. അപ്പം ഈ ഹോസ്റ്റലിൽ എനിക്ക് എങ്ങനെ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ചേട്ടൻ അവരൊക്കെ പരിചയമുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഒരു റൂമിലെ വിഷ്വൽസൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം ചേട്ടന് നമ്മുടെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്റ്റഡി ഹാളാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ് ഹോസ്റ്റലിൽ? ടോട്ടൽ മൂന്നും കൂടെ 20 പേര്. ഓക്കെ, അപ്പോൾ ഒരു റൂമിൽ എത്ര പേരാണ്? ഒരു റൂമിൽ 2 പേര് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കയറുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഈ ഒരു ഇപ്പം ഇതിലേക്ക് കയറിക്കാണെങ്കിൽ ഇവിടെ 3 റൂം അല്ലേ? ഇവിടെ ഈ ഒരു ഹാളിൽ നമ്മൾ 3 റൂമാണ് വരുന്നത്. അപ്പം അതിൻ്റെ ബാത്റൂമൊക്കെ അതിന് അറ്റാച്ച്ഡ് ആണ്. അപ്പം ഇത് സ്റ്റഡി ഹാളാണ്. നമുക്ക് ഒരു റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം
ഒരു റൂമിലേക്ക് കയറുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 പേർക്ക് കിടക്കാനുള്ള കട്ടിൽ, അതേപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള, എനിക്കൊന്നും ഇവിടെ പഠിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ പുറത്താണ് വരുന്നത്. ഇവിടുന്ന് 8 പഠിക്കണേ അങ്ങനെ പഠിക്കാം അല്ലേ? ഇവിടെ ഇരുന്ന് പഠിക്കേണ്ടതൊക്കെ പഠിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉള്ള കംപ്ലീറ്റ് ബാത്റൂം. അപ്പം ഇങ്ങനെയാണ് പിന്നെ ബുക്കൊക്കെ വെക്കാനുള്ള ഷെൽഫ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതിൽ എല്ലാ സ്ഥലത്തും ഫെസിലിറ്റീസൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മെസ് ഹാള് അപ്പം ഇവിടെ തന്നെയാണ് ഇവിടെയല്ല, പുറകിലാണ്, സെപ്പറേറ്റ് ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി വായിക്കാണ്. ഓക്കെ. അതേപോലെ തന്നെ ഫുഡ് മെനു ഒക്കെ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെനു തന്നെ എല്ലാം. ഓക്കെ. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പം നമ്മുടെ ബ്രില്യൻറ്റിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ഹോസ്റ്റൽ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നമ്മൾ ഫീസ് മേടിക്കുന്നില്ല, നമ്മുടെ വഴി തന്നെ കൊണ്ടുപോയി കൊടുക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. കൊണ്ടുവരും ചെയ്യും, കറക്റ്റ് സമയത്ത് കൊണ്ടുവരും ചെയ്യും. ഓക്കെ, അതിലൊന്നും ആവശ്യമില്ല. ഒരു കൊച്ചിനെ കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി വിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് ഇവിടെ നിന്നതാണ്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഹോസ്റ്റൽ തന്നെയാണ്. എല്ലാ കാര്യത്തിലാണെങ്കിലും അവർക്ക് എന്താ പറയുക, എപ്പോഴും വീട്ടിൽ നിൽക്കുന്ന പോലെയൊക്കെ എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഈ ഒരു ഹോസ്റ്റൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളിപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം കാണിച്ചു തരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ബോയ്സ് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമുക്കിനി മറ്റു ഹോസ്റ്റലിലേക്കൊക്കെ മെല്ലെ നീങ്ങാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷതം എന്ന് പറയുന്ന ഒരു ഗേൾസ് ഹോസ്റ്റലാണ്. ഈ ഒരു ഗേൾസ് ഹോസ്റ്റലിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമായിരിക്കും. ബാക്കി എല്ലാ ഹോസ്റ്റലിലും നിങ്ങൾക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഫുഡും രണ്ടും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ ഈ ഒരു ഹോസ്റ്റലിൽ മാത്രം പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഗേൾസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണ് അക്ഷതം എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രത്യേകത ഈ ഒരു ഹോസ്റ്റലിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഹോസ്റ്റൽ ഞാൻ ജസ്റ്റ് ഇപ്പം കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബോയ്സ് ഹോസ്റ്റലിലെയും അതേപോലെ തന്നെ കുറച്ച് ഗേൾസ് ഹോസ്റ്റലിലെയും അകത്തെ കാഴ്ചകളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് ഹോസ്റ്റൽ കാണിക്കാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 200-ലധികം ഹോസ്റ്റൽ ബ്രില്യൻറ്റിനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കാണിക്കാമെന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുറച്ച് ഹോസ്റ്റലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കയറിയ എല്ലാ ഹോസ്റ്റലിലും നമുക്ക് കാണാൻ സാധിച്ചത് ഒരേപോലെയുള്ള ഫെസിലിറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇതിനപ്പം കുറച്ച് ഹോസ്റ്റൽസിൻ്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ കാണാത്ത മറ്റൊരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. ആ ഹോസ്റ്റലിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലെയുള്ള ഫെസിലിറ്റീസ് തന്നെ ആയിരിക്കും. ഇനി ഇതിലധികം ഒന്നും കൂടുക എന്നല്ലാതെ ഒരിക്കലും ഇതിൽ താഴ്ന്ന ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ആർക്കും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ഹോസ്റ്റലിലേക്കാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് വരാൻ പറ്റുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്റ്റലിൽ നിങ്ങൾ താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫെസിലിറ്റിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് വാർഡനോടോ അല്ലെങ്കിൽ കോർഡിനേറ്ററിനോടോ അല്ലെങ്കിൽ ഡയറക്ടറിനോടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ആ ഒരു കാര്യം പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിയും അവിടെ നിന്ന് സ്വീകരിക്കും, അതിൻ്റെ പരിഹാരം കണ്ടെത്തും. ഓക്കെ, പ്രത്യേകം പറയുന്നു, ആ ഒരു കാര്യം നിങ്ങൾ അവരെ അറിയിക്കണം. അല്ലാതെ നിങ്ങൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ നിങ്ങളുടെ ആവശ്യമാണ്, ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും ഫീസ് അടച്ച് ആ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളാണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ തന്നെ ആ ഒരു കാര്യം മുൻകൈ എടുത്ത് നിങ്ങൾ പറയാമെന്നുള്ളതാണ്. അതിലൊരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കൺട്രോൾ ഹോസ്റ്റലിനെ പറ്റിയും ഇതേപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ബോയ്സ് ഹോസ്റ്റലിനെ പറ്റിയാണ് ചോദിക്കുന്നത്. കാരണം ഒരുപാട് കൺട്രോൾ ഹോസ്റ്റലിലൊക്കെ ഒരുപാട് ഗേൾസ് ഹോസ്റ്റലിലൊക്കെ വീഡിയോ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ചാനൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ബോയ്സ് ഹോസ്റ്റലിൻ്റെ അധികം വീഡിയോ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ അവിടെ പഠിച്ച സമയത്ത് എൻ്റെ ഹോസ്റ്റൽ എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ ഹോസ്റ്റലിലെ കാര്യങ്ങൾ, ഞാൻ നടക്കൽ ഹോസ്റ്റലിലായിരുന്നു, ഒരു കൺട്രോൾ ഹോസ്റ്റലാണ്, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഹോസ്റ്റലാണ്. ബ്രില്യൻറ്റിൻ്റെ ഡി ബ്ലോക്ക് ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഏഞ്ചലോ, നടക്കൽ, അതേപോലെ തന്നെ അൽജോ, ഈ 3 ഹോസ്റ്റലുകളാണ്. അതേപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എമറാൾഡ്, ബ്ലൂ ബെൽസ്, മേരി ഗോൾഡ്, അതേപോലെ തന്നെ കുറുമുണ്ട, അങ്ങനെ തുടങ്ങി ഒരുപാട് ഹോസ്റ്റൽ തൊട്ടടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട്. അതിലൊരുപാട് എണ്ണം നിങ്ങളിപ്പം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബോയ്സ്
ബോയ്സ് ഹോസ്റ്റലിനെ പറ്റിയാണ്. അപ്പം ബോയ്സ് ഹോസ്റ്റലിൽ ഞാൻ നിന്ന ഹോസ്റ്റലിൽ എൻ്റെ എക്സ്പീരിയൻസും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ഓൾറെഡി ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ തന്നെ പോയി കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ആശങ്ക ഉണ്ടായിരുന്നു എല്ലാ ഹോസ്റ്റലിനെ പറ്റിയിട്ടും. അപ്പോൾ അതെല്ലാം എനിക്ക് തീർക്കാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഹോസ്റ്റൽ സൂപ്പർവൈസ്ഡ് ആയാലും കൺട്രോൾഡ് ആയാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റ് അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.